കോന്നി അട്ടച്ചാക്കൽ ചെന്നിശ്ശേരിൽ സജു വർഗീസ് 21 വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബന്ധു കൂടിയാണ് കമ്പനിയുടെ ഉടമയായിട്ടുള്ള തിരുവല്ല സ്വദേശി. വിവരമറിഞ്ഞ് നിരവധി ആളുകൾ, ഇടവക അംഗങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. മാർത്തോമപ്പള്ളി വികാരി ഫാദർ നോബിൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അദ്ദേഹം മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് കൺഫേം ചെയ്യുന്നതും ഇന്നലെ രാത്രിയിലാണ്. ആ സമയത്തെല്ലാം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു സംസാരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലല്ല. വളരെ ദുഃഖത്തിൻ്റെ ഒരു അനുഭവമാണ്. 2 പെൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. അവർ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ +2 കഴിഞ്ഞു. ഞങ്ങൾ ഈ ദേശത്തെ സംബന്ധിച്ച്, നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഒക്കെ ഇതൊരു വലിയ നഷ്ടമാണ്, ഒരു വലിയ സങ്കടമാണ്. ഈ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ്. മൃതശരീരം എന്ന് നാട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരു സ്ഥിരീകരണമില്ല, അല്ലേ? നമുക്ക് അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിലൂടെ വരുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ സർക്കാർ തലത്തിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാരത്തിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഇടവകയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബോഡി എത്തുന്ന മുറയ്ക്കനുസരിച്ച് അതിന്റെ ക്രമീകരണങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഇളയ മകളുടെ അഡ്മിഷന് വേണ്ടി നാട്ടിൽ വരാനുള്ള പ്ലാനിലായിരുന്നു, അല്ലേ? ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് വരാതിരിക്കുകയായിരുന്നു. അന്നേരം ദുരന്ത വാർത്ത ഇന്നലെ വൈകിട്ട് 7 മണിയുടെ ന്യൂസിലറിഞ്ഞത്. അന്നേരം തൊട്ട് തന്നെ, കാരണം ഇവിടെ ഞാനിവിടെ സുഹൃത്തുനിന്നുള്ള നിലയിൽ എൻ്റെ ഒരു സ്വന്തം അനിയനെമാരിയാണ്. അനേക വർഷങ്ങളുണ്ട് ഞാനിവിടെ വരുന്നത്. പിന്നെ രാവിലെ 7 മണിയായപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. ഇപ്പം ഞാൻ പോയി കണ്ടു, എന്നെ കെട്ടിപ്പിടിച്ച് കരയും പറയുകയൊക്കെ ചെയ്തു. മനുഷ്യൻ്റെ കാര്യമൊന്നും പറയാനൊക്കില്ല. വലിയൊരു നഷ്ടമാണ് നമുക്കുണ്ടായത് പോയ പിന്നെ. അതുകൊണ്ട് വലിയ പ്രയാസങ്ങളൊക്കെയാണ്. ഇപ്പോൾ വന്നു പോയിട്ടും ഞങ്ങൾ രണ്ടുകൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് എന്നോട് പറഞ്ഞില്ല അപ്പോൾ പോകും. ഞാൻ പറഞ്ഞു പോയിക്കോ. ഇനിയിപ്പം ഞാൻ ആശുപത്രിയിലും അങ്ങ് പോയി, അവിടെ പോയി കിടക്കുമായിരുന്നു. ഇന്നലെ കേട്ടപ്പോൾ തൊട്ട് തന്നെ വല്ലാത്തൊരു 2 കുഞ്ഞുങ്ങളെ, അതുങ്ങളുടെ കാര്യം ഇനിയും ദൈവത്തിൻ്റെ കാര്യമേ ഉള്ളൂ. അല്ലാതെ എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ല.